നമസ്കാരം. മമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് ഏത്തപ്പഴവും മറ്റു പച്ചക്കറികളൊക്കെ ഫ്രീസറിൽ സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പച്ചക്കറികൾ എപ്പോഴും ഫ്രഷായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ തിരക്ക് പിടിച്ച വീട്ടമ്മമാർക്കും അതുപോലെ പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് കേടായി പോകുന്നവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഇതെങ്ങനെയാണെന്നൊന്ന് കാണാം. ആദ്യം നമുക്ക് ബീൻസ് എടുക്കാം. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച ബീൻസാണ്. നമുക്കിഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാം. ഇതിപ്പം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു പാനിലേക്ക് ഇടുകയാണ്. ഇതിനകത്തേക്ക് നമുക്ക് അല്പം ഉപ്പും 1/4 ഗ്ലാസ് താഴെ വെള്ളവും ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. ഇതൊന്ന് മൂടി വെക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും. ഇത് ബീൻസ് പകുതി വെന്തിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു ഫാനിൻ്റെ കീഴെ വല്ലതും വെച്ചിട്ട് നമുക്ക് ഇത് ബീൻസ് ഒന്ന് തണുപ്പിച്ചെടുക്കാം. എന്നിട്ട് എണ്ണമയം പുരട്ടിയ പാത്രത്തിലേക്കിടാം. നന്നായിട്ടൊന്ന് നിരത്തിയിടണം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഫ്രീസറിലേക്ക് വെക്കാം. ഒരു 3 മണിക്കൂറിന് ശേഷം ഫ്രീസറിൽ നിന്ന് എടുത്ത ബീൻസാണിത്. ഈ ബീൻസ് നമുക്കിനി സിപ്പ് ലോക്ക് ബാഗിനകത്താക്കി വെക്കാം. നമുക്ക് പാചകത്തിന് ആവശ്യമുള്ളപ്പോൾ ഇത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നമുക്ക് ബീൻസ് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാം. ഇതുപോലെ തന്നെ നമുക്ക് പലതും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ക്യാരറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. കഴുകി വൃത്തിയാക്കിയ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു പാനിലേക്ക് ഇട്ടിട്ട് ഇതിനകത്തേക്ക് അല്പം ഉപ്പും എണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇത് നമുക്കൊന്ന് മൂടി വെക്കാം. 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടുപ്പേ വെച്ച് കഴിയുമ്പോഴേക്കും ഇതൊന്ന് വാടിയിട്ടുണ്ടാവും, പാതി വേവായിട്ടുണ്ടാവും. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് നിരത്തിയിടാം. എന്നിട്ടിത് ഫ്രീസറിലേക്ക് വെക്കാം. ഫ്രീസറിൽ നിന്ന് 2-3 മണിക്കൂറിന് ശേഷം എടുത്തിട്ട് നമുക്കിത് സിപ്ലോ കവറിനകത്തേക്കാക്കാം. എന്നിട്ട് തിരിച്ച് ഫ്രീസറിലേക്ക് വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ സ്നാക്സൊക്കെ വാങ്ങിക്കുന്ന ഇതുപോലെയുള്ള സിപ്പ് ലോക്ക് കവറുകളൊക്കെ കിട്ടും. നമുക്കത് കളയാതെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് പോയിരിക്കും. ഇനി ഏത്തക്കായ നോക്കാം. ഇത് മെഴുക്ക് പുരട്ടിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞതാണ്. ഇതിനകത്തേക്ക് നമുക്ക് അല്പം ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിക്കാം. 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് അടുപ്പിലേക്ക് വെക്കാം. 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാകും. ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ടിത് പാത്രങ്ങളിലാക്കി തണുപ്പിച്ചിട്ട് ഫ്രീസറിലേക്ക് വെക്കാം. ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് സിപ്ലോ കവറിനകത്താക്കിയിട്ട് തിരിച്ച് വീണ്ടും ഫ്രീസറിലേക്ക് വെക്കാം. ഇത് ഏത്തക്കായ ചെറുതായിട്ട് അരിഞ്ഞാണ്. ഇതും അതേപോലെ തന്നെ ചെയ്യുകയാണ്. പക്ഷേ ഇതിനകത്തേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇതും അതുപോലെ വാട്ടിയെടുത്തിട്ട് തണുപ്പിച്ചിട്ട് വീണ്ടും നമ്മളിത് ഫ്രീസറിലേക്ക് തന്നെ വെക്കുവാണ്. ഇനി ഫ്രീസറിൽ നിന്ന് എടുത്ത കായ കൊണ്ട് എങ്ങനെയാണ് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് പാചകം ചെയ്യുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഇതൊന്ന് പുറത്തൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് സാധാരണ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്ന പോലെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ സവോള ഇടാം. സവോളയിൽ നിന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളക് ഇടാം. എന്നിട്ട് ഈ കായും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെക്കാം. ഇതിന് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി അഥവാ വേകുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചാൽ മതിയാവും. ഇനി ഇത് നമുക്ക് നന്നായി ഇളക്കിയിട്ടിട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് മൊരിയിച്ചെടുക്കാം. ഇതിനല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഉപ്പിട്ടു. അല്പം മുളക് പൊടിയും കൂടി ഇടുകയാണ്. നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നെല്ലിക്ക ജ്യൂസ് എങ്ങനെയാണ് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം, അതൊന്ന് കാണണേ. പിന്നെ നമ്മൾ അച്ചാറും ഇട്ടിട്ടുണ്ട്. ഏത്തപ്പഴം മിക്കവാറും വീടുകളിൽ ചീത്തയായി പോകുന്ന ഒന്നാണ്. അധികം പഴുത്തുപോയ പഴം ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഷേക്ക് അടിക്കാനോ ജ്യൂസ് അടിക്കാനോ കൊള്ളത്തുള്ളൂ. ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിച്ച് കനം കുറച്ചൊന്ന് അരിഞ്ഞിട്ട് നമുക്കത് പ്ലേറ്റിനകത്താക്കിയിട്ട് ഫ്രീസറിലേക്ക് വെക്കാം. ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് സിപ്പ് ലോക്ക് കവറിനകത്താക്കി തിരിച്ച് ഫ്രീസറിലേക്ക് വെക്കാം. ആവശ്യമുള്ള സമയത്ത് നമുക്കതെടുത്ത് ഷേക്ക് അടിക്കാം. ഇതിപ്പോൾ അധികം പഴുക്കാത്ത പഴംപൊരി പാകത്തിനുള്ള പഴമാണ്. ഇതുപോലെ തന്നെ ഞാൻ ഫ്രീസറിൽ വെച്ച ശേഷം സിപ്പ് ലോക്ക് കവറിനാക്കി തിരിച്ച് വെച്ചിരുന്നതാണ്. ഇതുകൊണ്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. ഇതിൻ്റെ പഴംപൊരിയുടെ ഈ മാവിന് നല്ല കട്ടി ഉണ്ടായിരിക്കണേ. ഇതുകൊണ്ടുണ്ടാക്കിയ പഴംപൊരിയാണ്, യാതൊരു കുഴപ്പവുമില്ല.
അധികം എണ്ണയൊന്നും പിടിച്ചിട്ടില്ല, സാധാരണ പഴംപൊരി പോലെ തന്നെ. ഇത് നമ്മുടെ പച്ചക്കപ്പയാണ്. പച്ചക്കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയിട്ട് അതിലെ വെള്ളമയമെല്ലാം ഒപ്പിയെടുത്തിട്ട് അത് നന്നായിട്ട് ഉപ്പ് പുരട്ടി വെച്ചതാണ്. എന്നിട്ട് ഇതൊരു പാത്രത്തിലാക്കി ഫ്രീസറിൽ വെച്ച് 3-4 മണിക്കൂറിന് ശേഷം ഞാനത് സിപ്ലോ കവറിനകത്താക്കി വെച്ചതാണ്. ഇത് പാചകം ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിടണേ. ഞാനത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ടേസ്റ്റിനൊന്നും യാതൊരു വ്യത്യാസമില്ല. ഇനി കപ്പ കൂടുതൽ കിട്ടുമ്പം എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ കപ്പ കറുത്ത് പോകത്തുമില്ല, ചീഞ്ഞു പോകത്തുമില്ല. ഇത് പാവയ്ക്കാണ്. പാവയ്ക്ക കനം കുറച്ചരിഞ്ഞ് അല്പം ഉപ്പും പുരട്ടി ഒരു 10 മിനിറ്റ് വെച്ച ശേഷം അതിലെ വെള്ളം ഒന്ന് ഞെക്കി പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലാക്കി ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ അത് സിപ്ലോക്ക് ബാഗിൽ വെച്ചതാണ്. ഈ പാവയ്ക്ക കൊണ്ട് നമുക്കൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ഇതിനകത്തേക്ക് നമുക്ക് സവോളയും പച്ചമുളകും ഇടാം. പാവയ്ക്കയുടെ കയ്പ്പ് തീരെ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ അത് ഞെക്കി നീര് കളയുന്നത്. ഇനിയിപ്പം അങ്ങനെ കളയണ്ട എന്നുള്ളവർക്ക് അത് ഞെക്കി പിഴിയാതെ എടുക്കാം. ഇത് നമുക്ക് ചീനച്ചട്ടിയിലേക്ക് വെക്കാം. ഇതിൻ്റെ തീ കൂട്ടി വെക്കണം കേട്ടോ. കാര്യം ഈ പാവയ്ക്കയിൽ വെള്ളം പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് തീ കൂട്ടി വെക്കണേ. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇടാം. എന്നിട്ട് സാധാരണ മെഴുക്കുവരട്ടി വെക്കുന്നത് പോലെ നമുക്ക് മെഴുക്കുവരട്ടിയാക്കി ഇടുക. ഇനിയിപ്പോൾ പാവയ്ക്ക ഫ്രീസറിൽ വെക്കുമ്പോൾ ഒന്ന് പകുതി വാട്ടിയിട്ട് വെച്ചാലും നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ക്യാരറ്റും ബീൻസും ഒക്കെ ഇട്ടിട്ട് നമുക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കാം. ഒരു മുട്ടയിലേക്ക് കുറച്ച് സവോള അരിഞ്ഞതും പച്ചമുളകും ഉപ്പും ഇടാം. കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത നമ്മളുടെ ബീൻസ് ഇടാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ക്യാരറ്റും കൂടെ ചേർക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്നത് പോലെ ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുവാണ്. ഇത് വണ്ണം കുറയ്ക്കാൻ വേണ്ടി നോക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. 2 മുട്ട എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ ഇട്ടിട്ട് ഇതുപോലെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു നേരത്തെ ഫുഡായി. ഇത് തേങ്ങയാണ്. തേങ്ങ ചിരണ്ടിയിട്ട് ഒരു പാത്രത്തിൽ നിരത്തിയ ശേഷം ഫ്രീസറിൽ ഒരു 3-4 മണിക്കൂർ വെച്ചിട്ട് അത് പുറത്തെടുത്തിട്ട് നമുക്കത് സിപ്ലോ കവറിനകത്താക്കിയിട്ട് വീണ്ടും ഫ്രീസറിലേക്ക് വെക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള അളവിലെടുക്കാൻ പറ്റും. അല്ലാതെ നമ്മളൊരു കണ്ടെയ്നറിനകത്തോ അല്ലെങ്കിൽ ഒരു കവറിനകത്തോ വെച്ച് കഴിഞ്ഞാൽ അത് കട്ട് കെട്ടിയിരിക്കും. എടുക്കാൻ ഭയങ്കര പാടാണ്. കുറേ നേരം പുറത്ത് വെക്കേണ്ടി വരും. ഇങ്ങനെ ചെയ്താൽ നല്ല എളുപ്പമാണ്. ഇങ്ങനെ വെക്കുന്ന പച്ചക്കറികളൊക്കെ 2 മാസമോ അതിൽ കൂടുതലൊക്കെ കേടാകാതെ ഫ്രീസറിൽ തന്നെ വെക്കാവുന്നതാണ്. പിന്നെ വാട്ടിയിട്ട് വെക്കുന്ന പച്ചക്കറികൾക്കായിരിക്കും ഫ്രീസർ ലൈഫ് കൂടുതലുള്ളത്. പച്ചക്കറികളൊക്കെ വാട്ടിയിട്ടെടുക്കുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. പിന്നെ നമ്മളിത് പാക്ക് ചെയ്യുന്ന സമയത്ത് അത് ലോക്ക് ചെയ്യുമ്പം എയർ കളഞ്ഞിട്ട് വേണം ലോക്ക് ചെയ്യാൻ. പച്ചക്കറികൾ എപ്പോഴും ഫ്രഷായിട്ട് കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ തിരക്ക് പിടിച്ച സമയത്തും പച്ചക്കറികൾ ചീത്തയാവാതിരിക്കാനും ഇത് നല്ലൊരു മാർഗ്ഗമാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്